സ്ഫോടനങ്ങൾ ഒന്നും നന്മയായി ബാക്കി വെക്കാറില്ല. ഒരു ഭാഗത്ത് എല്ലാ നിലക്കും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പലരും നേരിടേണ്ടി വരുന്നു. മറുഭാഗത്ത് ഡയറക്റ്റോ ഇൻഡയറക്റ്റായോ ലാഭം കൊയ്യുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ബാക്കിയാക്കുന്നത്? ഇവിടെ ബാക്കിയാകുന്നത് ഇപ്പോൾ ഈ സ്ഫോടനങ്ങളിലൊക്കെ ബാക്കിയാകുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെയുള്ള മുൻവിധികളെ അരക്കിട്ടുറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയായിരിക്കുക. ബസ് കാത്ത് നിൽക്കുമ്പോൾ ബസ്സിൻ്റെ ശബ്ദം ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു കാറ്റടിച്ച് ഒരു മഴ വരികയാണെങ്കിൽ തന്നെ നമ്മളൊരു ബസ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനി ഒരു ലോറി വരുന്നുണ്ട് ശബ്ദം കേട്ടാലും ബസ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്ത് ശബ്ദം കേട്ടാലും നമുക്ക് പിന്നെ ബസ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മനസ്സിലായോ? അവിടെ പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ ഷർട്ടും പാൻറ്റും മാറ്റി പിന്നെ ബസ് കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അയാളെ മൈൻഡ് സെറ്റ് അപ്പം അങ്ങനെയാണ്. അതേപോലെ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഈ ഭീകരവാദം, സ്ഫോടനം, പൊട്ടിത്തെറി, ചാവേറാക്രമണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഭാഗക്കാർ നടത്തുന്നതാണ്, അത് അവരായിരിക്കും അതിൻ്റെ ആളുകൾ എന്ന ഒരു മുൻവിധി എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വളരെ ബോധപൂർവം കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുൻവിധി ആ ഒരു സോഫ്റ്റ്വെയറും തലയിലേറ്റി നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു വാർത്ത കണ്ടാൽ പിന്നെ വാർത്തേൻ്റെ ഉള്ളിലേക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ആ നേരത്തെ പറഞ്ഞ പോലെ ഇനി അത് ലോറി ആയാലും വേണ്ട, പിന്നെ കാറായാലും വേണ്ട, മഴയായാലും വേണ്ട, കാറ്റായാലും വേണ്ട, ബസ് തന്നെ അതിനകത്ത് സംശയം. കാരണം നമ്മൾ ബസ് എത്തിക്കുകയാണ്. അതേപോലെ ഇവിടുത്തെ ഒരു വിഭാഗം, ഇപ്പോൾ നമ്മളിതിനെക്കുറിച്ച് 3 പേര് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ചില ആളുകളുടെ മുൻധാരണ എന്താ വെച്ചാൽ ആ ഡൽഹി സ്ഫോടനത്തെ ന്യായീകരിക്കാതിരിക്കണ 3 ആളാണ്. കണ്ടില്ലേ, താടിയൊക്കെ വെച്ച് ഭയങ്കര ഇവരാണ് ഈ തീവ്രവാദത്തിൻ്റെ ആൾക്കാർ എന്ന ഒരു ലെവലിലാണ്. അത് വേറൊരു മുൻവിധിയാണ്. മനസ്സിലായി? നമ്മളിതിനെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്ന് പോലും എന്ത് ചെയ്യില്ല. കാരണം ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ചില കുറിപ്പുകളും ചില വീഡിയോസും ചില സംസാരങ്ങളൊക്കെ നടത്തിയത് ഫേസ്ബുക്കിലും മറ്റൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് അടിക്കുന്ന ആളുകൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഉടനെ തന്നെ ഇവനൊക്കെ ഇവിടുന്ന് വേഗം പാകിസ്ഥാനൊക്കെ അയക്കണം, ഈ പിന്നെ ബ്ലാസ്റ്റിനെയൊക്കെ ന്യായീകരിക്കാനാണ് പിന്നെ ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ എഴുതിയത് അതല്ലല്ലോ, അത് വായിക്കാനുള്ള ഒരു ഓർമ്മ പോലും ഇല്ല. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാണ്, വേഗം വിധി പറയാണ്. അപ്പോൾ അതിനൊരുങ്ങി നിൽക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ട്. അവർക്ക് പറ്റുന്ന ഓരോ സാധനങ്ങളുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം അത് പിന്നെ ഒരിക്കലും പൊട്ടിത്തെറിക്കാൻ പാടില്ലല്ലോ. അത് ഒരു നിരപരാധികളുടെ മുമ്പിൽ പിന്നെ ഒരു ചാവേറാക്രമണമോ അല്ലെങ്കിൽ വേറെ ഏത് നിലക്കുള്ള സ്ഫോടനം ഉണ്ടായാലും മനുഷ്യന്മാരല്ലേ. ഈ വിഷയത്തിൽ ഇത്ര 10-ലധികം ആളുകളല്ലേ, 13 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ ആളുകളുടെ പേര് എത്ര ആളുകൾക്കറിയാം? അവരെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ വേദനയെക്കുറിച്ചും എത്ര ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? അതൊരു വിഷയമേ അല്ല. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അജണ്ട എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് ഇവിടെ വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാകുമ്പോൾ ഇതൊരു സുരക്ഷാ പ്രശ്നമാണ്. അതിന് ഗവൺമെൻറ്റാണ് നമുക്ക് സുരക്ഷിതത്വം നൽകേണ്ടത്. അവരതെന്ത് ചെയ്യേണ്ടതുണ്ട്, പെട്ടെന്ന് ആക്ട് ചെയ്ത് കണ്ട് അതിൻ്റെ പ്രതികളെ പിടിക്കണം. ഇതാണ് എൻ്റെ വിഷയം.